മൈക്രോസോഫ്റ്റ് വർക്കിംഗ് ഫോണ് ന്യൂ ഫോണ് 300 300 MI ബ്രാൻഡഡ് പവർ ബാങ്ക് 350 ഒറിജിനൽ പവർ ബാങ്ക് 350 ചെയറൊക്കെ എത്ര ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും അൻസിക ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ കോയമ്പത്തൂർ ഞായറാഴ്ച വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാ സാധനങ്ങളും നല്ല റേറ്റ് കുറവിലാണ് വിൽക്കുന്നത്. ഈ ഷോർട്ടായിട്ടുള്ള പാൻസിനൊക്കെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് 100 രൂപ റേറ്റാണ്. ഇതിൽ നമ്മൾ ഏതെടുത്താലും 100 രൂപ റേറ്റാണ്. എന്നാൽ നമുക്ക് റേറ്റ് കുറച്ച് മേടിക്കുകയും ചെയ്യണം. ടീഷർട്ടിന് 100 രൂപ റേറ്റാണ് പറഞ്ഞത്. അത് ഇച്ചിരി വില കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ അടുത്തായിട്ട് തന്നെ ഈ സാധനങ്ങൾക്കൊക്കെ റേറ്റ് കുറവില്ല അവർ വിൽക്കുന്നത്. അതാണ് ഓരോരുത്തർക്കും നമ്മൾ എടുക്കുമ്പോൾ റേറ്റ് കുറച്ച് നമ്മൾ എടുക്കണം. വില കുറച്ച് പറയാവുന്നതാണ്. അതിനെത്ര? അത് 100 അല്ലേ? എല്ലാം 100 ടീഷർട്ട് തന്നെ പല സൈസിലുള്ളതുണ്ട്. കുട്ടികളുടെ ടീഷർട്ടും മുതിർന്നവരുടെ ടീഷർട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ റേറ്റ് അവർ പറഞ്ഞ 100 രൂപ റേറ്റാണ്. ട്രാക്കിൻ്റെ പാൻറ് ഉണ്ടായിരുന്നു, അതിന് റേറ്റ് പറഞ്ഞത് 100 രൂപ റേറ്റാണ്. ഇതിൽ തന്നെ കുറേ മോഡൽസ് ഉണ്ട്, ഡിസൈനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. പരിവര കച്ചവടക്കാർ സൺഡേ മാത്രമേ കാണുള്ളൂ. ബാക്കിയുള്ള ദിവസമൊന്നും ഷോപ്പ് മാത്രമേ ഓപ്പണിങ് കാണുള്ളൂ. ഇവരെടുത്ത് തന്നെ ഗേൾസിന് പറ്റിയ ഡ്രസ്സും ഉണ്ടായിരുന്നു. ഈ പലാസ പാൻറ്റിന് റേറ്റ് പറഞ്ഞത് 100 രൂപ റേറ്റാണ്. അതുപോലെ തന്നെ ടീഷർട്ട്, ഗേൾസിനൊക്കെ പറ്റിയ ടീഷർട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഏതെടുത്താലും 100 രൂപ റേറ്റാണ് പറഞ്ഞത്. ഇവരുടെ തൊട്ടപ്പുറത്ത് തന്നെ ഇതുപോലെ തന്നെ ഡ്രസ്സ് വിൽക്കുന്ന ഒരു ഇമ്മ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇവരോട് ഞാൻ റേറ്റ് ചോദിച്ചപ്പോൾ റേറ്റ് കുറവാണ് പറഞ്ഞത്. 80 ക്വാളിറ്റി ഉണ്ടല്ലേ? സെയിം സാധനം തന്നെയായിരുന്നു അപ്പുറത്തെ കടയിലും കണ്ടത്. അപ്പോൾ അവർ അതിനൊക്കെ റേറ്റ് പറഞ്ഞാൽ 100 രൂപ റേറ്റാണ്. ഇവിടെ 80, 50 ആ റേറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവരോട് വില പേശി എടുക്കേണ്ടി വരുന്നുണ്ട്. വില ചോദിച്ച് അവർ റേറ്റ് പറഞ്ഞാൽ നമ്മൾ വില കുറയ്ക്കേണ്ടി വരും. 50 അല്ലേ? ഇവിടെ വലിയ ടീഷർട്ടിനൊക്കെ 80 റേറ്റും ചെറിയ ടീഷർട്ടിനൊക്കെ 50 രൂപ റേറ്റുമാണ് പറഞ്ഞത്. അപ്പുറത്തെ കട ഇതിനെല്ലാം 100 രൂപ റേറ്റാണ് പറഞ്ഞത്. 80. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ബാഗിൻ്റെ കളക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ പിന്നെ ബാഗിൻ്റെ റേറ്റ് നോക്കാമെന്ന് വെച്ച്. അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 350 രൂപ റേറ്റാണ്. പല കടയിലും പല വിലയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ചിലടത്ത് റേറ്റ് കുറവുണ്ട്, ചിലടത്ത് റേറ്റ് കൂടുതലായിട്ടും തോന്നുന്നുണ്ട്. ഇത് ഹാൻഡ് ബാഗില്ലേ, ഗേൾസിനൊക്കെ പറ്റിയ ഹാൻഡ് ബാഗില്ല. പക്ഷെ ഇങ്ങനത്തെ വലിയ ടൈപ്പ് ബാഗാണ് കൂടുതൽ. ബാഗിന് റേറ്റ് പറഞ്ഞത് 400 രൂപ റേറ്റാണ്. ഇങ്ങനത്തെ ബാഗൊക്കെ ഡ്രസ്സ് കൊണ്ടുപോകുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു. അതിലൊക്കെ അത്യാവശ്യം ഡ്രസ്സൊക്കെ കൊള്ളും. പിന്നെ ഇങ്ങനത്തെ മോഡൽ ബാഗുകളാണ് ഞങ്ങൾ നോക്കിയത്. 400 കാണുന്ന ബാഗിനൊക്കെ റേറ്റ് പറഞ്ഞത് 400 രൂപ റേറ്റാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നത് രാവിലെ ഒരു ടൈമായിരുന്നു, ഒരു 7:30, 8:30 ആ ടൈമായിരുന്നേ. അതുകൊണ്ട് തന്നെ അവർ ബാഗൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നതേ ഉള്ളായിരുന്നു. ആ നീല കളർ ബാഗില്ലേ, അതിന് ആ ചെറിയ ബാഗ് അതിൻ്റെ അപ്പുറത്തിരിക്കണം, അതിന് റേറ്റ് പറഞ്ഞാൽ 550 രൂപ റേറ്റാണ്. ഈ കാണുന്ന വലിയ ബാഗിനൊക്കെ റേറ്റ് പറഞ്ഞാൽ 1050 രൂപ റേറ്റുമായിരുന്നു. ഈ ബാഗിനൊക്കെ റേറ്റ് പറഞ്ഞാൽ 500 രൂപ റേറ്റാണ്. അപ്പോൾ ബെൽറ്റിനൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. പരിവര കച്ചവടക്കാർ സാധനങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുമായിരുന്നു. ഞങ്ങൾ പോയത് രാവിലത്തെ ടൈം ആയതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കോയമ്പത്തൂർ വീഡിയോ ഫുള്ളായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോയ്ക്ക് ലെങ്ത് കാരണം കൊണ്ട് ഞങ്ങൾ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല ഫ്രണ്ട്സ്. 180 എല്ലാം 180. അതെത്ര? 200. കൈ ഇരിക്കുന്ന 200. ചില കടകളിലൊക്കെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ റേറ്റ് കുറച്ചൊക്കെ വാങ്ങിക്കണം. അവർ റേറ്റ് പറഞ്ഞാൽ നമുക്കും ഒരു റേറ്റ് പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ കൂടുതൽ 200, 150 ആ റേറ്റാണ് പറഞ്ഞത്.
ഡ്രസ്സിനൊക്കെ റേറ്റ് കുറവുള്ളത് ഗാന്ധിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്, കോയമ്പത്തൂർ ഗാന്ധിപുരം. അവിടുത്തെ വീഡിയോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരിദാർ സെറ്റിനൊക്കെ അതിനകത്ത് റേറ്റ് വരുന്നത് 100 രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. നല്ല സാരി കളക്ഷനൊക്കെ 100 രൂപ റേറ്റേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ് അത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആ ടീഷർട്ടിന് റേറ്റ് പറഞ്ഞത് 150 രൂപ റേറ്റാണ്. ടീഷർട്ടിന് നല്ല കട്ടി തോന്നിക്കുന്നുണ്ടായിരുന്നു. അത് ജസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ തന്നെ കട്ടി തോന്നിക്കുന്നുണ്ടായിരുന്നു. അത് അവരോട് ഞങ്ങൾ അന്ന് ജസ്റ്റ് കാണിക്കാൻ പറഞ്ഞത്. ഇനി മെത്തകളുടെ റേറ്റ് ഒക്കെ നമുക്കൊന്ന് നോക്കിയാലോ ഫ്രണ്ട്സ്. മെത്തയും കുഷിനും പുറമെ ഇവരുടെ അടുത്ത് തന്നെ അലമാര സെറ്റ് ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക് സാധനങ്ങളും ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ കാണുന്ന ഫാനില്ലേ, അതിന് റേറ്റ് പറഞ്ഞത് 800 രൂപ റേറ്റാണ്. അലമാരയ്ക്കൊക്കെ റേറ്റ് പറഞ്ഞത് 4000 ആ റേറ്റൊക്കെയാണ്. അടുത്തായിട്ട് തന്നെ പ്ലംബിങ് സാധനങ്ങളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ കാണുന്ന സാധനം ഇതില്ലേ, ആ പ്ലംബിങ്ങിൻ്റെ എനിക്ക് ചെറിയ പൈസ മാത്രമേ വരുന്നുള്ളേ. 30 രൂപ. കാണുന്നതെല്ലാം 30 രൂപ. റേറ്റ് വരുന്നത് 10, 20, 30 ആ റേറ്റാണ്. ഇപ്പോൾ ചെറിയ ഐറ്റംസിനൊക്കെ 10 റേറ്റ്. ഈ കാണുന്ന ആ ബ്ലൂ കളറില്ലേ, അതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 10 രൂപ റേറ്റാണ്. പിന്നെ കൂടുതൽ റേറ്റ് വന്നിട്ടുള്ള 30 രൂപ റേറ്റാണ്. 900. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ വാച്ചിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ വാച്ചിന് റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്ന 50 രൂപ റേറ്റാണ്. 50, 100, 150, 200 അങ്ങനെ റേറ്റ് വരുവേ. കുട്ടികളുടെ വാച്ചിനാണ് 50, 80 ആ റേറ്റ് വരുന്നത്. ഈ കാണുന്ന വാച്ചിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റാണ്. ഒരു റേറ്റ് പറയും, നമുക്കത് ഓക്കെ അല്ലെങ്കിൽ അവർ തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ റേറ്റ് പറയാൻ. അപ്പോൾ നമ്മൾ റേറ്റ് പറഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. 200 രൂപ വാച്ചില്ല. കുട്ടിയുടെ വാച്ചാ വാച്ചിൽ തന്നെ പ്ലാസ്റ്റിക് മോഡലും അതുപോലെ തന്നെ ചെയിൻ ടൈപ്പ് വരൂലേ, അങ്ങനത്തെ ടൈപ്പ് വാച്ചും വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നോക്കിയത് ഡ്രസ്സിലേക്കാണ്. അപ്പോൾ ഈ കാണുന്ന ഡ്രസ്സിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 100 രൂപ റേറ്റാണ്. ഇവിടെ ഇലക്ട്രോണിക് സാധനങ്ങളാണ് കൂടുതൽ. അപ്പോൾ ഞങ്ങൾ ഈ തിരക്ക് കണ്ടുകൊണ്ട് നോക്കിപ്പോയതാണ്. അപ്പോൾ ഇവിടെല്ലാം ഇലക്ട്രോണിക് സാധനങ്ങളാണ്. ഇലക്ട്രോണിക് സാധനങ്ങളിൽ തന്നെ ഈ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളില്ലേ, യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട്, അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. ഇവരൊക്കെ വർക്കിഡ് ആണെന്നാണ് പറഞ്ഞത്, വർക്കിംഗ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. എത്ര? 100 രൂപ. 4 കേട്ടോ, 4 കണ്ടെയ്നർ 100 രൂപ. ജിം ബെൽറ്റ് காலுக்கு போடுறது, கால் வீக்கம் இருக்கும், வீக்கம். ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം, നല്ല വെയിറ്റ് ഉണ്ട്. അതിന് നല്ല വെയിറ്റ് തോന്നിക്കുന്നുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് ഷൂസിൻ്റെ കളക്ഷനിലേക്കാണ്. ഷൂസിനൊക്കെ റേറ്റ് പറഞ്ഞത് 250, 350 ആ റേറ്റാണ്. ഇതിൽ തന്നെ ചെരുപ്പിൻ്റെ കളക്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കി എടുക്കാവുന്നതാണ്. ഷൂസ് യൂസ്ഡ് ആയിട്ടുള്ള ഷൂസൊന്നുമല്ല, ഫ്രഷ് പീസ് തന്നെയാണ്. അപ്പോൾ ചെരുപ്പിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. ഇതിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 80, 100, 150 ആ റേറ്റാണ്. ഇങ്ങനെയുള്ള വരിയോര കച്ചവടക്കാർ എടുത്തു നമ്മൾ മേടിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. നല്ല റേറ്റ് കുറവും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ റേറ്റ് വരുന്നെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ തോന്നിക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കിയെടുക്കണം. പക്ഷേ ഫ്രണ്ട്സ്, നമുക്ക് ടൈമും വേണം. നമ്മൾ പോവുകയാണെങ്കിൽ നിന്ന് നമ്മൾ നോക്കിയെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കളിപ്പൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഫാനിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 300, 700, 800 ആ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ, അപ്പോൾ അതിൻ്റെ വാറൻറ്റിയും കാര്യമൊക്കെ ഇവർ തരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടേ എടുക്കാവൂ. ഈ കാണുന്ന സ്പീക്കറിനൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. സ്പീക്കർ, അതുപോലെ തന്നെ ടി വിൻ്റെ കളക്ഷന്, എല്ലാ സാധനങ്ങളും ഇവിടുന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ടി വിയൊക്കെ 50 ഇഞ്ചിൻ്റെ ടി വിക്കൊക്കെ റേറ്റ് വരുന്നത് 7000 ആ റേറ്റൊക്കെ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും, എയർ കൂളർ എല്ലാം ഇവിടെ തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ തന്നെ സബ് വൂഫർ, അതുപോലെ തന്നെ ഹോം തിയേറ്റർ,
ചെറിയ സ്പീക്കറുകളൊക്കെ ഉണ്ട്. അപ്പോൾ സബ് വൂഫറിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് 600 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. തുച്ഛമായിട്ട് ഉള്ള വില മാത്രമേ വരുന്നുള്ളൂ. കാരണം റേഡിയോ ഒക്കെ ഇല്ല, അതിനൊക്കെ റേറ്റ് വരുന്നത് 50 ആ റേറ്റൊക്കെ മാത്രമേ വരുന്നുള്ളൂ. ഇവിടെയൊക്കെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. ഇലക്ട്രോണിക് സാധനങ്ങളിൽ തന്നെ റിമോട്ടിൽ തുടങ്ങി TV എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന ഹോം തിയേറ്ററിലെ അതിന് റേറ്റ് പറഞ്ഞത് 800 രൂപ റേറ്റാണ്. അതുപോലെ തന്നെ എമർജൻസി ലൈറ്റും ഉണ്ടായിരുന്നു. അതിനൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 100 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ്. അവിടെ ചെക്ക് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ വാറൻറ്റിയും കാര്യമൊക്കെ ഇവർ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കാവുന്നതാണ്. ഇതെത്ര വെൽഡിങ്? ഇതിനൊക്കെ 150. വെൽഡിങ്ങിൻ്റെ 150. ഈ ഗ്ലാസ് ഇതെത്ര? ഇതൊക്കെ 40. ഇതിനൊക്കെ ഇതെത്ര? 100? 60? ഇതൊക്കെ 100. ഇതൊക്കെ 60, ഇത് 30 അല്ലേ? രണ്ട് 100? ഇതിന് തൊട്ടടുത്തിട്ട് തന്നെ ഫ്ലൈവുഡിലുള്ള ടേബിള്, അതുപോലെ ഓഫീസിലൊക്കെ ഉപയോഗിക്കുന്ന ചെയർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് നമുക്കൊന്ന് നോക്കിയാലോ. പിന്നെ പ്ലാസ്റ്റിക്കിലുള്ള ചെയറില്ലേ, മോഡേൺ ആയിട്ടുള്ള അത്തരം ചെയറും ഉണ്ടായിരുന്നു. ചെയറൊക്കെ എത്ര? 1300. വാറണ്ടി പ്ലാസ്റ്റിക് ചെയറൊക്കെ എത്ര? അത് 800. എത്ര? 800. വാറണ്ടി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നേ ചെയറിനൊക്കെ. ഇതാകുമ്പോഴാ 1300. അതാ 800. ചെയറിന് റേറ്റ് പറഞ്ഞാൽ 700 രൂപ റേറ്റാണ്. പക്ഷെ കാണുമ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. പിടിച്ച് നോക്കിയിട്ടൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ആ കാണുന്ന ബെഡില്ലേ, ഇതിന് ബെഡെന്നും പറയാം, കബോർഡെന്നും പറയാം, ടേബിളെന്നും പറയാം, എല്ലാം പറയാം അല്ലേ. അതിന് റേറ്റ് പറഞ്ഞത് 6000 രൂപയാണേ. തൊട്ടടുത്തായിട്ട് തന്നെ മുണ്ടില്ലേ, വെള്ളമുണ്ടിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന വെള്ളമുണ്ട് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 70 രൂപ റേറ്റാണ്. ഇത് 3 ബേസായിട്ട് എടുക്കുമ്പോൾ റേറ്റ് വരുന്നത് 200 രൂപ റേറ്റാണ്. ഇതിൽ തന്നെ ജീൻസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ജീൻസും മുണ്ടും ഷർട്ടും അങ്ങനെയാണ് കളക്ഷൻ വരുന്നത്. വെള്ളമുണ്ട് വന്നിട്ടുള്ളത് കസവിൻ്റെ ടൈപ്പ് വെള്ളമുണ്ടാണ്. ഷർട്ടിന് ചേരുന്ന കളറൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. ഷർട്ടുകൾ, ജീൻസുകൾ അതൊക്കെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കിയെടുക്കാവുന്നതാണ്. ഇതിനകത്ത് ഷർട്ടിൻ്റെ തുണി വന്നിട്ടുള്ളത് കോട്ടൺ ടൈപ്പും ഉണ്ട്, അതിൽ തന്നെ ബനിയൻ ടൈപ്പ് വരൂലേ, അതുകൊണ്ട് പോളിസ്റ്റർ ടൈപ്പിൽ വരുന്ന ഷർട്ടുകളും ഉണ്ട്. ഷർട്ടിനൊക്കെ 100 രൂപ റേറ്റും അതുപോലെ തന്നെ ജീൻസ് ഇല്ലേ അതിന് റേറ്റ് പറഞ്ഞത് 200 രൂപ റേറ്റുമാണ്. അപ്പോൾ ഷർട്ടിൽ തന്നെ കുറേ കളക്ഷൻ ഉണ്ട്, നമുക്ക് നോക്കിയെടുക്കാവുന്നതാണ്. ഫുൾ സ്ലീവും ഉണ്ട്, ഹാഫ് സ്ലീവും വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ജീൻസിനാണ് 200 രൂപ റേറ്റ് പറഞ്ഞത്. അടുത്തായിട്ട് തന്നെ ഫാൻസി ടൈപ്പ് സാധനങ്ങളുണ്ടായിരുന്നു. അത് ഗേൾസിന് അങ്ങനെ ആണല്ലോ, ഒരു ഫാൻസി ടൈപ്പ് സാധനങ്ങൾ കാണുവാണെങ്കിൽ നോക്കുമല്ലോ. ഇവിടെ ഏത് കമ്മലെടുത്താലും അതുപോലെ തന്നെ സ്ലൈഡുകൾ, വളകൾ എന്തെടുത്താലും റേറ്റ് 20 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. കമ്മലിൻ്റെയൊക്കെ നല്ല കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ, നല്ല കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മിഞ്ചിയില്ലേ, മിഞ്ചി ഈ കാലിലൊക്കെ ഇടുന്ന ആ ടൈപ്പ് മിഞ്ചി, അതിനൊക്കെ റേറ്റ് വരുന്നത് 20 രൂപ റേറ്റാണ്. തന്നെ ചീർപ്പ്, വളകൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. ക്യൂടെക്സ്, ഐലൈനർ അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഫാൻസി ടൈപ്പ് സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. തൊട്ടടുത്തായിട്ട് തന്നെ ഹെഡ്സെറ്റ് ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കുന്നത്, അതിനത് നമ്മൾ നോക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ റേറ്റ് വരുന്നത് 10 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഏതെടുത്താലും ഏത് ഹെഡ്സെറ്റ് എടുത്താലും 10 രൂപ റേറ്റാണ് വരുന്നത്. ഫോണില്ലേ, ടെലിഫോണ്, അതൊക്കെ ഉണ്ടായിരുന്നേ. അതിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 100 രൂപ റേറ്റാണ്. പിന്നെ ഫാനില്ലേ, ഈ ടേബിൾ ഫാന്, അതിന് റേറ്റ് വരുന്നത് 200 രൂപ റേറ്റാണ്. ഫോണൊക്കെ എത്ര? ഓപ്പോ ഒക്കെ ആകുമ്പോൾ എത്ര? ഓപ്പോ வந்து 4000. സ്റ്റാർട്ടിങ് എത്ര? സ്റ്റാർട്ടിങ് 3000. ഏതാ ഫോൺ? 2500 2200 3000 കാണിച്ചു. ആ എടുത്ത് ഇതെത്ര? 3000. 2500. വേറെ 3000 ഏത്? 3000 எடுத்தீங்கன்னா ரெட்மி இருக்கு. 5G இல்லைல்ல, 4G-யா? 5G ஏது? 5G இருக்கு. 5Gல இருக்கு, 15 ரூபாயில தான் இருக்கு. இது அது எடுத்தீங்கன்னா உங்களுக்கு 6500. 6700. അത് നോക്കണം.
വാറണ്ടി കിടക്കെ വാറണ്ടി നമ്മ ചെക്കിംഗ് വാറണ്ടി വരും. ചെക്കിംഗ് വാറണ്ടി 7 days വரைக்கும் ചെക്കിംഗ് വാറണ്ടി തരും. ഇവിടെയൊക്കെ യൂസ്ഡ് ഫോണിൻ്റെ നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ റേറ്റ് ഒക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ അടുത്ത് വേറെ യൂസ്ഡ് ഫോണിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റും കാര്യവും നോക്കിയാലോ. എന്നാൽ സ്റ്റാർട്ടിംഗ് ഒക്കെ എത്ര വില? അതേതാ ഫോൺ ഏതാ? வீடியோ பார்த்துட்டு இருக்கோம். ഇത് 2000. 5G സെറ്റ് ഉണ്ടോ? അതെത്ര? 5000. മോഡൽ വെച്ച് ഇതേതാ മോഡൽ ഏതാ? പോക്കോ M6. എല്ലാത്തിനും വില ഇതാകുമ്പോഴാ? അത് ഇൻഫിനിക്സ് ഇത് IQ ZX Pro. അതെത്ര? അത് 6000 രൂപ. 6000. ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്. ഡിസ്പ്ലേ டிஸ்பிளேல ஃபிங்கர் பிரிண்ட் வரும். எல்லாமே நல்லா ஒரிஜினாலிட்டி இருக்கும். கேமரா கிளாரிட்டி எல்லாம் சூப்பரா இருக்கும். ആ ഫോണിൻ്റെ ക്യാമറയ്ക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടുന്ന് ചെറിയ റേറ്റിലൊക്കെ കുറച്ച് വാങ്ങിക്കാവുന്നതാണ്. ഇവിടെ കൂടുതൽ യൂസ്ഡ് ഫോണിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കടയിൽ 350 രൂപ റേറ്റ് പറഞ്ഞ ഫോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രദ്ധിക്കണേ ഫ്രണ്ട്സ്. പിന്നെ എൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഈ ടീഷർട്ട്, ട്രാക്ക് പാൻറ്റ് അതിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് റേറ്റ് പറഞ്ഞത് 150 രൂപ റേറ്റാണ്. ഇതിൽ ഏതെടുത്താലും 150 രൂപ റേറ്റ് എന്നാണ് പറഞ്ഞത്. எல்லாமே வர்க்கிங் 200 தான். 200. ஆமா. 200 രൂപയ്ക്ക് പവർ ബാങ്ക്. ഇവിടെ MI ബ്രാൻഡഡ് പവർ ബാങ്കോ ഒറിജിനൽ പവർ ബാങ്കോ 350 தான். MI ന്റെ കേട്ടോ 350. இது மைக்ரோசாஃப்ட் வர்க்கிங் ஃபோனு, நியூ ஃபோனு 300 தான். 300. ஆமாம். பேட்டரி எல்லாமே போட்டு செக் பண்ணி கொடுத்துருவோம். 300 കേട്ടോ. ബാങ്കൊക്കെ 100 രൂപയ്ക്ക് നല്ല ലാഭമാണ് തോന്നുന്നുണ്ടായിരുന്നു. നല്ല ലാഭമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് ബാഗിൻ്റെ കളക്ഷനിലേക്കാണ്. ബാഗിൽ തന്നെ ലഗേജ് ബാഗും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാൻസി ടൈപ്പിൽ വരുന്ന ഹാൻഡ് ബാഗും ഉണ്ട്. ഹാൻഡ് ബാഗൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. ഫ്രഷ് പീസാണ്. അപ്പോൾ അത് നമ്മളെടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. പണി കിട്ടി ഗൈസ്. ഇതിൽ ഏത് ബാഗ് എടുത്താലും 100 രൂപ റേറ്റാണ്. ഇത് നല്ല ലാഭമായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. ഇതിൽ തന്നെ ലഗേജ് ബാഗ് വന്നിട്ടുള്ള ഈ ടൈപ്പാണ്. അപ്പോൾ ഇത് ഫ്രഷ് പീസ് തന്നെയാണ്. ഇത് പൊടി പിടിച്ചിട്ട് അങ്ങനെ ആയതാണെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കി എടുക്കുകയാണെങ്കിൽ റേറ്റ് കുറയ്ക്കാൻ പറ്റും. നമുക്കൊരു 150 രൂപ റേറ്റിലൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ നോക്കിയത് ചെരുപ്പിൻ്റെ കളക്ഷനിലേക്കാണ്. ചെരുപ്പ് ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കാണ്. ചെരുപ്പിന് സ്റ്റാർട്ടിങ് റേറ്റ് പറഞ്ഞത് 50, 80, 100, 150 ആ റേറ്റാണ് പറഞ്ഞത്. 50 രൂപ റേറ്റ് വരുന്നത് ഈ ടൈപ്പ് ചെരുപ്പൊക്കെയാണ്. ഇതിൽ തന്നെ നമുക്ക് എല്ലാം നോക്കി എടുക്കണം. ഏത് ചെരുപ്പ് എടുത്താലും എല്ലാം നല്ല ഫ്രഷ് പീസ് തന്നെയാണ്. പക്ഷേ ചിലതൊക്കെ ജോഡി ഇങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി എടുക്കാവുന്നതാണ്. ഈ ഇലക്ട്രോണിക് കടയിൽ സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് കുറവാണ്. അപ്പോൾ ഈ പാനസോണിക്കിൻ്റെ മിക്സി ഇല്ലേ, ലൈഫ് ലോങ് അങ്ങനത്തെയൊക്കെ മിക്സി ടൈപ്പ് വരുന്നുണ്ട്. ഇതൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് അവരോട് തന്നെ വില ചോദിച്ച് മനസ്സിലാക്കാം. സാധനങ്ങൾക്കൊക്കെ വാറണ്ടി പറയുന്നുണ്ട്. 2 വർഷം വാറണ്ടിയൊക്കെ തരുന്നുണ്ട്. 500. ഇതിന് എത്ര? 2500. അതെത്ര? 2500. ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് പറഞ്ഞത് 800 രൂപ റേറ്റാണ്. ഇതെത്ര? 700. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇലക്ട്രോണിക് സാധനങ്ങളുടെ കളക്ഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ കാണുന്ന സൗണ്ട് ബാറിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 700 രൂപ റേറ്റ് മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങളിലേക്കാണ് അടുത്തായിട്ട് നോക്കിയത്. അതിനൊക്കെ റേറ്റ് വരുന്നത് ഓരോരുത്തരും ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ 50 ഇഞ്ചിൻ്റെ TV-ക്ക് റേറ്റ് വരുന്നത് 7000 രൂപ റേറ്റാണ്. അപ്പോൾ ഈ കാണുന്ന എമർജൻസിക്കൊക്കെ റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. അപ്പോൾ കുറേ ഉണ്ട്. കളറൊക്കെ നമുക്ക് നോക്കിയെടുക്കാം. ബജാജിൻ്റെ കളക്ഷനാണ്, ബജാജിൻ്റെ കമ്പനിയാണ് വന്നിട്ടുള്ളത്. കാന്തലിൻ്റെ മോഡലിൽ വരുന്ന വിളക്കാണ്. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞങ്ങൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലായതുകൊണ്ട് ഞങ്ങളിത് 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കോയമ്പത്തൂർ വീഡിയോ ഫുൾ പാർട്ട് ഞങ്ങൾ
എടുത്തിട്ടുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ മാർക്കറ്റിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഇറങ്ങുമ്പോൾ 1 കിലോമീറ്റർ മാറി മറാക്കട എന്ന് പറയുന്ന പ്ലേസാണ്. അപ്പോൾ ഈ കാണുന്ന ചെരുപ്പില്ലേ, ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റാണ്. ചെരുപ്പിൻ്റെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ട് ഞങ്ങൾ സെക്കൻഡ് പാർട്ടായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്